നമസ്കാരം. കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ വാർത്തകളുമായി ക്രൈംബ്രാഞ്ച് ആരംഭിക്കുകയാണ്. ഇടുക്കിയിൽ നിന്നാണ് ഇന്നത്തെ ഞെട്ടിക്കുന്ന വാർത്തയുണ്ടായിരിക്കുന്നത്. ഇടുക്കി കുട്ടിക്കാനത്ത് അന്യസംസ്ഥാന തോട്ടം തൊഴിലാളി സ്ത്രീയെ നഗ്നയാക്കിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് വാർത്ത. മൃതദേഹം കണ്ടെത്തിയത് നാട്ടുകാരുടെ തിരച്ചിലിൽ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച നിലയിൽ. ക്രൂരമായ ബലാത്സംഗത്തിനിടയിൽ കൊല്ലപ്പെട്ടതെന്ന് സംശയം. അന്യസംസ്ഥാന തൊഴിലാളിയായ 20കാരൻ പോലീസിന്റെ കസ്റ്റഡിയിലായി. ആദ്യ റിപ്പോർട്ട് ഇടുക്കിയിൽ നിന്ന് ലെസ്ലി ജോൺ നൽകുന്നു. റിപ്പോർട്ടിലേക്ക്. ഞായറാഴ്ച വൈകിട്ടോടെ കാണാതായ ഒഡീഷ സ്വദേശിനിയായ സബിത മാജിയുടെ മൃതദേഹമാണ് ഇവർ താമസിച്ചിരുന്ന ലയത്തിന് സമീപത്തെ സ്വകാര്യ തേയിലത്തോട്ടത്തിൽ നിന്നും കണ്ടെത്തിയത്. പൂർണ്ണ നഗ്നമായ മൃതദേഹത്തിൽ 10ലധികം വെട്ടേറ്റിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായി സബിത മാജിയും ഭർത്താവ് കുന്ദൻ മാജിയും സ്വകാര്യ തേയിലത്തോട്ടത്തിലെ പണിക്കാരാണ്. ഞായറാഴ്ച തോട്ടം പണിയില്ലെങ്കിലും ഭർത്താവ് മറ്റിടങ്ങളിൽ ജോലിക്ക് പോകാറുണ്ട്. ഇത്തരത്തിൽ പണിക്ക് പോയി തിരിച്ചെത്തിയപ്പോഴാണ് സബിതയെ കാണാനില്ലെന്ന് മനസ്സിലാക്കിയത്. തുടർന്ന് നാട്ടുകാരും ഭർത്താവും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് താമസിച്ച ലയത്തിന് 100 മീറ്റർ അകലെ നിന്നും നഗ്നമായ നിലയിൽ സബിത ക്രൂരമായി കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സബിതയെ കാണാതാകുമ്പോൾ ഇവരുടെ 7 വയസ്സുകാരി മകൾ അയൽവാസിയുടെ വീട്ടിലായിരുന്നു. ബലാത്സംഗ ശ്രമമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. ഉത്തരമേഖല IGI S ശ്രീജിത്ത് സംഭവസ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് നേതൃത്വം നൽകി. വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലത്തു നിന്നും തെളിവ് ശേഖരിച്ചിട്ടുണ്ട്. സംഭവസ്ഥലത്തു നിന്നും പോലീസ് നായ അടുത്തുള്ള ലയത്തിനുള്ളിൽ പ്രവേശിച്ചു. ഇവിടെ താമസിച്ചിരുന്ന തോട്ടം തൊഴിലാളിയായ 20 വയസ്സുകാരനെ ചോദ്യം ചെയ്യാൻ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. എറണാകുളത്താണ് ഇന്ന് കേരളം കണ്ട ഒരു ദുരന്തമുണ്ടായത്. എറണാകുളം വരാപ്പുഴയിൽ അപകടത്തിൽ 4 പേർ മരിച്ചു. പുലർച്ചെ 1:30-ഓടെ വരാപ്പുഴ പാലത്തിലാണ് അപകടം നടന്നത്. നിയന്ത്രണം വിട്ട ബസ് കാറിലും ബൈക്കിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ അക്ഷയ്, ജിജിഷ, എറണാകുളം സ്വദേശികളായ ഹരിശങ്കർ, കിരൺ എന്നിവരാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത്. പുലർച്ചെ 1:30-ഓടെയായിരുന്നു അപകടം. അപകടങ്ങളുടെ കാര്യത്തിൽ കുപ്രസിദ്ധി ആർജിച്ച വരാപ്പുഴ പാലത്തിൽ വെച്ചാണ് ഈ അപകടവും ഉണ്ടായത്. എറണാകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറിലും ബൈക്കിലും എതിർദിശയിൽ നിയന്ത്രണം വിട്ടു വന്ന ബസ് ഇടിക്കുകയായിരുന്നു. ചാവക്കാട് അമൃത വിദ്യാലയത്തിന്റെ ബസ്സാണ് നിയന്ത്രണം വിട്ട് അപകടമുണ്ടാക്കിയത്. കാറിലുണ്ടായിരുന്ന 5 പേർ കുസാറ്റിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ്. ഇതിൽ കോഴിക്കോട് സ്വദേശി അക്ഷയും മലപ്പുറം സ്വദേശിനി ജിജിഷയുമാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന മറ്റു 3 പെൺകുട്ടികളെ സാരമായ പരിക്കുകളോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എറണാകുളം സ്വദേശികളായ ഹരിശങ്കർ, കിരൺ എന്നിവരാണ് അപകടത്തിൽ മരിച്ച ബൈക്ക് യാത്രികർ. അപകടത്തിൽപ്പെട്ട ബൈക്ക് പൂർണ്ണമായും തകർന്നു. സ്ഥലത്ത് അപകടങ്ങൾ പതിവാണെന്ന് പ്രദേശവാസികൾ തന്നെ പറയുന്നു. ഇതിപ്പോൾ ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ട്, ചെറുതും വലുതുമായ. ഇപ്പോൾ ഒരു 2-3 മാസം മുമ്പ് എയ്സ് അടിച്ച് മീൻ കൊണ്ടുപോയ വണ്ടി ഇടിച്ചു. അതിനകത്ത് 2 പേര് ദാരുണമായി മരണപ്പെട്ടു. റോഡിൻ്റെ മീഡിയനുകളായാലും രാത്രി സമയങ്ങളിൽ ആളുകൾക്ക് പെട്ടെന്ന് രാത്രി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥ സ്ഥിതിവിശേഷമാണ്. ബസിന്റെ ഡോർ പാളിയും കാറിന്റെ അവശിഷ്ടങ്ങളും അപകടത്തിൽപ്പെട്ട ബൈക്കും പാലത്തിലെ ഫുട്പാത്തിൽ അവശേഷിക്കുന്നു. പൊതുവിൽ ഗതാഗതക്കുരുക്ക് ഏറെ അനുഭവപ്പെടുന്ന പ്രദേശം കൂടിയാണ് വരാപ്പുഴ പാലം. അപകടത്തെ തുടർന്നും രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് ഉണ്ടായത്. എന്നാൽ ബസ്സും കാറും സ്ഥലത്തു നിന്ന് മാറ്റി ഗതാഗതക്കുരുക്ക് അധികൃതർ പരിഹരിച്ചു. മൃതദേഹങ്ങൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സോളാർ കേസിലെ പിഴ ശിക്ഷ റദ്ദാക്കണമെന്ന ഉമ്മൻചാണ്ടിയുടെ ഹർജി പരിഗണിക്കുന്നത് ഈ മാസം 9-ലേക്ക് മാറ്റി. സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട് വ്യവസായി MK കുരുവിളയിൽ നിന്ന് പണം തട്ടിയെടുത്തെന്നായിരുന്നു കേസ്. ഉമ്മൻചാണ്ടി ഇന്ന് ബംഗളൂരു കോടതിയിൽ ഹാജരായി സത്യവാങ്മൂലം സമർപ്പിച്ചു. കേസിൽ ഉമ്മൻചാണ്ടിക്ക് കോടതി നേരത്തെ പിഴ ശിക്ഷ വിധിച്ചിരുന്നു. ലൈംഗിക പീഡനത്തിന് വിധേയരാകുന്ന കുട്ടികൾക്ക് പ്രത്യേക അവകാശങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോലീസിന് നിർദ്ദേശം നൽകി. വിക്ടിം കോമ്പൻസേഷൻ പ്രകാരം നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്ന് കുട്ടികളെ പോലീസ് അറിയിക്കണമെന്ന് കമ്മീഷൻ ഉത്തരവിട്ടു. ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷ ശോഭ ഘോഷി, അംഗം M നസീർ എന്നിവരാണ് പോലീസിന് നിർദ്ദേശം നൽകിയത്. റിപ്പോർട്ടിലേക്ക്. കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമപ്രകാരം ലഭ്യമായ പ്രത്യേക അവകാശങ്ങൾ ലൈംഗിക പീഡനത്തിന് ഇരയാവുന്ന കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തണമെന്ന് കാട്ടിയാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. അടിയന്തര പ്രതിസന്ധി ഘട്ടങ്ങളിൽ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് സേവനം ലഭിക്കാൻ പീഡനത്തിന് വിധേയരായവർക്ക് അവകാശമുണ്ടെന്നതും കേസിലെ ക്രിമിനൽ പ്രോസിക്യൂഷൻ കാര്യങ്ങളും അന്വേഷണത്തെ ബാധിക്കാത്ത തരത്തിൽ അന്വേഷണത്തിന്റെ സ്ഥിതിഗതികളും കുട്ടികളെ അറിയിക്കണം. വിക്ടിം കോമ്പൻസേഷൻ പദ്ധതി പ്രകാരമുള്ള നഷ്ടപരിഹാരത്തിന് അവകാശമുണ്ടെന്ന് അറിയിക്കുന്നതിനും അതിന് ഹർജി നൽകുന്നതിന് സഹായം നൽകാനും പോലീസിന് ബാധ്യതയുണ്ട്. പ്രതികൾക്കെതിരെ കുറ്റപത്രം നൽകിയ വിവരവും കോടതിയിൽ കേസ് നടപടികൾ എപ്പോൾ ആരംഭിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വിവരവും പോലീസ് കുട്ടിയെയോ രക്ഷിതാവിനെയോ അറിയിക്കണം.
കേസ് വിചാരണ പൂർത്തിയായാൽ കോടതി വിധിയുടെ വിശദാംശങ്ങളും ശിക്ഷ സംബന്ധിച്ച വിവരങ്ങളും പരാതിക്കാരെ പോലീസ് അറിയിക്കണമെന്നും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷ ശോഭാ കോശി, അംഗം കെ നസീർ എന്നിവർ ഉത്തരവിട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ന്യൂ ഇയർ ദിനത്തിലും ക്രിസ്മസ് ദിനത്തിലും ആഘോഷങ്ങൾക്കിടെ ബംഗളൂരു നഗരത്തിൽ സ്ത്രീകൾക്ക് നേരെ വ്യാപക അതിക്രമം. സുരക്ഷ ഉണ്ടായിട്ടും സ്ത്രീകൾ അപമാനിക്കപ്പെട്ടത് നിർഭാഗ്യകരമാണെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്ത് നിസ്തുലമായ സംഭാവനകൾ നൽകിയ തിരുവനന്തപുരം VSS യൂണിറ്റിലെ 3000-ഓളം കരാർ തൊഴിലാളികളെ ഒറ്റയടിക്ക് പിരിച്ചുവിടാനുള്ള നീക്കമാണ് തൊഴിലാളികളെ സമരരംഗത്ത് ഇറക്കിയിരിക്കുന്നത്. വിദഗ്ധരായ തൊഴിലാളികളെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ട് മാൻ പവർ സപ്ലൈ ചെയ്യുന്ന കമ്പനികളെ പകരം തൊഴിൽ ദാതാക്കളായി ഏൽപ്പിക്കാനാണ് മാനേജ്മെന്റ് നീക്കം നടത്തുന്നത്. ഇതിന്റെ മുന്നോടിയായി 500-ഓളം DTP ജോലിക്കാരെ പിരിച്ചുവിട്ട് കഴിഞ്ഞു. വളരെ കുറഞ്ഞ ശമ്പളത്തിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്നവരെ ഒറ്റയടിക്ക് പിരിച്ചുവിടുന്നത് മനുഷ്യത്വരഹിതമാണെന്ന് തൊഴിലാളികൾ പറയുന്നു. ഫാദർ ടോം ഉഴുന്നാലിന്റെ മോചനം ആവശ്യപ്പെട്ട് CPIM പ്രവർത്തകർ പ്രധാനമന്ത്രിക്ക് 1.5 ലക്ഷം കത്തുകൾ അയച്ചു. CPIM കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വേറിട്ട പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. തുടർ സമരത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച പ്രതിഷേധ കൂട്ടായ്മയും കോട്ടയത്ത് നടക്കും. യമനിൽ തീവ്രവാദി സംഘത്തിന്റെ പിടിയിലായ ഫാദർ ടോം ഉഴുന്നാലിനെ മോചിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അന്താരാഷ്ട്ര ബന്ധങ്ങളടക്കം ഉപയോഗപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് CPM നേതൃത്വത്തിൽ സമരം നടത്തുന്നത്. ജില്ലയിലെ 404 പോസ്റ്റ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രധാനമന്ത്രിക്ക് 1.5 ലക്ഷത്തിലധികം കത്തുകളാണ് അയച്ചത്. സമരത്തിന് മുന്നോടിയായി കോട്ടയം തിരുനക്കര മൈതാനിയിൽ നിന്നും പ്രകടനമായെത്തിയ പ്രവർത്തകർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. ആദ്യത്തെ കത്തയച്ചുകൊണ്ട് CPM ജില്ലാ സെക്രട്ടറി VN വാസവൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോൾ 1.5 ലക്ഷത്തോളം കത്തുകൾ കോട്ടയം ജില്ലയിലെ 404 പോസ്റ്റ് ഓഫീസുകളിലായി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അയക്കുകയാണ്. അതിൽ പ്രധാനമായി ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടൽ നടത്തി എത്രയും വേഗം അവർ തീവ്രവാദികൾ മോചനദ്രവ്യമാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി അച്ഛനെ മോചിപ്പിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തണം എന്നതാണ് ഞങ്ങൾ കത്തിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നത്. തട്ടിക്കൊണ്ടുപോകൽ നടന്ന് 9 മാസം പിന്നിട്ടിട്ടും കേന്ദ്ര സർക്കാർ ഒട്ടും ഗൗരവത്തോടെയല്ല ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നത്. തുടർ സമരത്തിന്റെ ഭാഗമായി CPMന്റെ നേതൃത്വത്തിൽ ഈ മാസം 5-ന് കോട്ടയത്ത് പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചിട്ടുണ്ട്. LDF കൺവീനർ വൈക്കം വിശ്വൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തെരഞ്ഞെടുപ്പിൽ മതവും ജാതിയും ഉപയോഗിച്ചുള്ള വോട്ട് പിടുത്തം വേണ്ടെന്ന് സുപ്രീം കോടതി. അങ്ങനെ ചെയ്താൽ അഴിമതിയാക്കി കണക്കാക്കി തെരഞ്ഞെടുപ്പ് അസാധുവാക്കുമെന്നും കോടതി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പും ജനപ്രതിനിധിയുടെ പ്രവർത്തനങ്ങളും മതേതരമായിരിക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ചീഫ് ജസ്റ്റിസ് TS താക്കൂർ അധ്യക്ഷനായ 7-അംഗ ഭരണഘടനാ ബെഞ്ചാണ് സുപ്രധാന വിധി പ്രസ്താവിച്ചത്. മതേതര രാജ്യത്ത് തിരഞ്ഞെടുപ്പും മതേതരമായിരിക്കണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ദൈവവിശ്വാസം എന്നത് വ്യക്തിയധിഷ്ഠിതമാണ്. രാഷ്ട്രവും രാഷ്ട്രീയവുമായി അത് കൂട്ടിക്കുഴക്കേണ്ടതില്ലെന്നും കോടതി നിരീക്ഷിച്ചു. 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ 123(3) അനുച്ഛേദത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിധി. സ്ഥാനാർത്ഥിയോ ഏജന്റോ പാർട്ടിയോ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മതം, ജാതി, വംശം, ഭാഷ എന്നിവ ഉപയോഗിച്ചാൽ അഴിമതിയായി കണക്കാക്കി തിരഞ്ഞെടുപ്പ് അസാധുവാക്കുമെന്നും വിധിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഹിന്ദുത്വം മതമല്ല ജീവിതശൈലിയാണെന്ന് വ്യക്തമാക്കിയ 1995 സുപ്രീം കോടതി വിധിക്കെതിരായ പൊതുതാൽപര്യ ഹർജികളാണ് കോടതി തീർപ്പാക്കിയത്. 1995 ഒരു തിരഞ്ഞെടുപ്പ് കേസിലാണ് ജസ്റ്റിസ് JS വർമ്മ അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഹിന്ദുത്വം മതമല്ല ജീവിതശൈലിയാണെന്ന് വ്യക്തമാക്കിയത്. ഹിന്ദുത്വം എന്ന വിഷയത്തിൽ കൂടുതൽ പരിശോധന നടത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ ജസ്റ്റിസ് ഠാക്കൂർ അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് അഭിപ്രായപ്പെട്ടിരുന്നു. തിരഞ്ഞെടുപ്പിൽ മതവും ജാതിയും ഉപയോഗിക്കുന്നതിന്റെ ഭരണഘടനാ പ്രശ്നങ്ങളാണ് കോടതി പരിശോധിച്ചത്. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. പുതുവത്സര ആഘോഷത്തിനിടെ ബംഗളൂരുവിൽ സ്ത്രീകൾക്ക് നേരെ വ്യാപക അതിക്രമം. വൻ സുരക്ഷാ സംവിധാനങ്ങൾക്കിടെയാണ് സ്ത്രീകൾ അപമാനിക്കപ്പെട്ടത്. ബംഗളൂരുവിലെ MG റോഡ്, ബ്രിഗേഡ് റോഡ് എന്നിവിടങ്ങളിൽ നടന്ന പുതുവർഷാഘോഷ പരിപാടികൾക്കിടെയാണ് സ്ത്രീകൾക്ക് പീഡനം നേരിട്ടത്. 1500 പോലീസുകാരുടെ കാവലിൽ നടന്ന പുതുവർഷാഘോഷ പരിപാടികൾക്കിടെ സ്ത്രീകൾ അപമാനിക്കപ്പെടുകയായിരുന്നു. ബംഗളൂരു മിറർ പത്രത്തിന്റെ ഫോട്ടോഗ്രാഫറാണ് സ്ത്രീകൾ അപമാനിക്കപ്പെടുന്ന ചിത്രങ്ങൾ സഹിതം പുറത്തെത്തിച്ചത്. പൊതുവെ സ്ത്രീ സുരക്ഷയ്ക്ക് പേരുകെട്ട ബംഗളൂരുവിലാണ് ഇത്തരമൊരു രംഗം അരങ്ങേറുന്നത്. മിക്കയിടങ്ങളിലും സ്ത്രീകൾ സുരക്ഷയ്ക്കായി പോലീസുകാരുടെ സഹായം തേടുന്നതും കാണാമായിരുന്നു. ചിലർ അതിക്രമങ്ങൾ നേരിടാനാകാതെ പൊട്ടിക്കരഞ്ഞു. മറ്റു ചിലർ കാലിലെ ചെരുപ്പൂരി കയ്യിൽ പിടിച്ചാണ് സാമൂഹ്യ വിരുദ്ധരെ നേരിട്ടതെന്നും പുറത്തെത്തിയ ഫോട്ടോകളിൽ വ്യക്തമാണ്. എന്നാൽ ബംഗളൂരു പോലീസിന് ഇത് സംബന്ധിച്ച് പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് സിറ്റി പോലീസിന്റെ നിലപാട്. അതേസമയം പുതുവർഷ രാവിൽ നഗരത്തിൽ സംഭവിച്ചുവെന്ന് പറയുന്ന കാര്യങ്ങൾ നിർഭാഗ്യകരമാണെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വര പ്രതികരിച്ചു.
അതിക്രമങ്ങൾ തടയുന്നതിന് നഗരത്തിൽ നിരവധി പോലീസുകാരെ നിയോഗിച്ചിരുന്നെന്നും 25-ൽ പരം CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. എന്നിട്ടും ഇത്തരം സംഭവങ്ങൾ അരങ്ങേറിയത് ദുഃഖകരമാണെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്. ഇസ്താംബുളിൽ നിശ ക്ലബിൽ ഭീകരാക്രമണം നടത്തിയ അക്രമിക്കായി തെരച്ചിൽ വ്യാപകമാക്കി. ഭീകരാക്രമണത്തിൽ 2 ഇന്ത്യക്കാർ ഉൾപ്പെടെ 39 പേരാണ് കൊല്ലപ്പെട്ടത്. മുംബൈ സ്വദേശി അബീസ് ഹസൻ, ഗുജറാത്തിൽ നിന്നുള്ള ഖുഷി ഷാ എന്നിവരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് സ്ഥിരീകരിച്ചു. പുതുവർഷം പിറന്ന് 75 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇസ്താംബുൾ നഗരത്തിൽ ബോസ്ഫോറസ് നദിയോരത്തെ റെയ്ന നിശ ക്ലബിലെത്തിയ അക്രമി വെടിയുതിർക്കുകയായിരുന്നു. സാന്താക്ലോസിന്റെ വേഷത്തിൽ എത്തിയാണ് അക്രമി ജനക്കൂട്ടത്തിനു നേരെ വെടിയുതിർത്തത്. കിർഗിസ്ഥാൻ സൈന്യത്തലവനായി ഇന്ത്യൻ വംശജൻ, ജനനം കൊണ്ട് മലയാളിയായ ഷെയ്ഖ് റഫീഖിനെയാണ് കിർഗിസ്ഥാൻ കേണൽ ജനറലായി നിയമിച്ചത്. ഇന്ത്യക്ക് പുറത്ത് ഉന്നത സൈനിക പദവിയിലെത്തുന്ന ഇന്ത്യൻ വംശജനായ മലയാളി എന്ന അപൂർവ ബഹുമതി ഇതോടെ റഫീഖിന് സ്വന്തമായിരിക്കുകയാണ്. ഞാനൊരു മലയാളിയാണ്. കോഴിക്കോടാണ് എൻ്റെ നാട്. എരവണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് എൻ്റെ ഗ്രാമം. കിർഗിസ്ഥാൻ സൈന്യത്തിലെ 2ാം പദവിയാണ് കേണൽ ജനറൽ. രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിന് നൽകിയ സംഭാവന മാനിച്ചാണ് കേണൽ ജനറലായി നിയമിച്ചതെന്ന് പദവി കൈമാറ്റത്തിനിടെ പ്രതിരോധ മന്ത്രി ജനറൽ മിർസോ അലി പറഞ്ഞു. നിരവധി പ്രമുഖർ സാക്ഷിയായ ചടങ്ങിൽ ഗാമൻ ഗ്രൂപ്പ് ചെയർമാനും മലയാളിയുമായ നിഖിലസ് മാക്കത്തും സന്നിഹിതനായിരുന്നു. കിർഗിസ്ഥാനു വേണ്ടി സേവനനിരതനാകാൻ കൂടുതൽ അവസരം കൈവന്നിരിക്കുകയാണെന്നും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിനും ലക്ഷക്കണക്കിന് മലയാളി സുഹൃത്തുക്കൾക്കും ഉന്നത പദവി സമർപ്പിക്കുന്നുവെന്നും ഷെയ്ഖ് റഫീഖ് പറഞ്ഞു. കിർഗിസ്ഥാൻ പരമാധികാര രാഷ്ട്രമായി രൂപം കൊണ്ട ശേഷം രാജ്യത്തേക്ക് വൻതോതിൽ വിദേശ നിക്ഷേപം എത്തിക്കുന്നതിൽ റഫീഖ് അഹമ്മദ് നിർണായക പങ്കുവഹിച്ചിരുന്നു. സൗദി അറേബ്യ അടക്കം വിവിധ അറബ് രാജ്യങ്ങളുമായി കിർഗിസ്ഥാന്റെ നയതന്ത്ര ബന്ധം ഊഷ്മളമാക്കുന്നതിലും റഫീഖ് അഹമ്മദ് നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ഈ മേഖലയിലെ കഴിവാണ് നിലവിലെ പദവിയിലേക്ക് കിർഗിസ്ഥാൻ ഭരണകൂടം തെരഞ്ഞെടുക്കാൻ കാരണം. കോഴിക്കോടാണ് ഷെയ്ഖ് മുഹമ്മദ് റഫീഖിന്റെ ജനനം. 5ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം മുംബൈയിലേക്ക് പോയി. വിദ്യാഭ്യാസത്തിനു ശേഷം മുംബൈയിൽ ബിസിനസ് തുടങ്ങുകയും പിന്നീട് ദുബായിലേക്ക് ചേക്കേറുകയുമായിരുന്നു. UAE, ഇറാൻ, സൗദി രാജ്യങ്ങളിൽ ജോലി ചെയ്തു. പിതാവ് പരേതരായ അബ്ദുൾ ഹമീദാണ്. ഫാത്തിമയാണ് മാതാവ്. ഭാര്യ ഡോക്ടർ ഖാദിയ. റോബിൻ മുഹമ്മദ് റഫീഖിന്റെ ഏക മകനാണ്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനെയും സെക്രട്ടറിയെയും സുപ്രീം കോടതി പുറത്താക്കി. ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റും BJP രാജ്യസഭാ MPയുമായ അനുരാഗ് ഠാക്കൂറിനെയും സെക്രട്ടറി അജയ് ഷിർക്കെയുമാണ് പുറത്താക്കിയത്. ലോധ കമ്മീഷൻ നിർദ്ദേശം നടപ്പിലാക്കാതെ വ്യാജ സത്യവാങ്മൂലം സമർപ്പിച്ചതിനെ തുടർന്നാണ് നടപടി. പുതിയ ഭരണസമിതിയെ കണ്ടെത്താൻ അമിക്കസ് ക്യൂറിയെ സുപ്രീം കോടതി നിയോഗിച്ചു. എല്ലാ കായിക സംഘടനകൾക്കും വിധി മാതൃകയാണെന്നും ജസ്റ്റിസ് ലോധ പ്രതികരിച്ചു. അഴിമതിമുക്തമാക്കാനും ഭരണ സുതാര്യത കൊണ്ടുവരാനും ജസ്റ്റിസ് ലോധ കമ്മിറ്റി മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ BCCI നടപ്പിലാക്കാത്ത സാഹചര്യത്തിലാണ് കടുത്ത നടപടിയിലേക്ക് സുപ്രീം കോടതി കടന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ നിയന്ത്രിച്ചിരുന്ന അധ്യക്ഷൻ അനുരാഗ് താക്കൂർ, സെക്രട്ടറി അജയ് ഷിർക്കെ എന്നിവരെ തലസ്ഥാനത്തു നിന്നും പുറത്താക്കി. ഇരുവർക്കുമെതിരെ കോടതിയലക്ഷ്യ നടപടികളും ആരംഭിച്ചു. ക്ഷമാപണം നടത്തിയില്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും. കോടതിയലക്ഷ്യത്തിന് നടപടിയെടുക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാനും അറിയിച്ചു. പുതിയ ഭരണസമിതിയെ നിയോഗിക്കാൻ മുതിർന്ന അഭിഭാഷകരായ ഫാലിയസ് നരിമാൻ, ഗോപാൽ സുബ്രഹ്മണ്യം എന്നിവരെ അമിക്കസ് ക്യൂറിയായി നിയമിച്ചിട്ടുണ്ട്. ജനുവരി 19-ന് പേരുകൾ നിർദ്ദേശിക്കണം. അതുവരെ BCCIയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താൻ നിലവിലെ വൈസ് പ്രസിഡന്റുമാരിൽ മുതിർന്നയാൾ പ്രസിഡന്റായും മുതിർന്ന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ സെക്രട്ടറിയായും പ്രവർത്തിക്കാനും സുപ്രീം കോടതി ഉത്തരവിട്ടു. വിധിയെ ജസ്റ്റിസ് ലോധ സ്വാഗതം ചെയ്തു. മറ്റ് കായിക സംഘടനകൾക്കും വിധി മാതൃകയാണെന്ന് ലോധ പ്രതികരിച്ചു. BCCI അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യാൻ CAG ഏൽപ്പിക്കണമെന്ന് ലോധ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. ഇതിന് അനുമതി തേടി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന് കത്തെഴുതിയിട്ടുണ്ടെന്ന് അനുരാഗ് താക്കൂർ സുപ്രീം കോടതിയെ അറിയിച്ചത് വ്യാജമെന്ന് കണ്ടെത്തിയതും BCCIക്ക് തിരിച്ചടിയായി. ചീഫ് ജസ്റ്റിസ് TS താക്കൂർ അധ്യക്ഷനായ ബെഞ്ചാണ് നിർണായകമായ വിധി പുറപ്പെടുവിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി, മുൻ ക്രിക്കറ്റർ ബ്രിജേഷ് പട്ടേൽ തുടങ്ങിയവരുടെ പേരുകളും അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ പൂർണ്ണമായും അഴിമതി വിമുക്തമാക്കുകയാണ് സുപ്രീം കോടതിയുടെ ലക്ഷ്യം. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. സുപ്രീം കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ BCCIക്കൊപ്പം KCIയിലും അഴിച്ചുപണി. TC മാത്യുവിന് പകരം B വിനോദാണ് പുതിയ പ്രസിഡന്റ്. കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ ജയേഷ് ജോർജിനെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. ഇന്ത്യൻ ക്രിക്കറ്റിനെ ശുദ്ധീകരിക്കാൻ ലോധ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. പ്രസിഡന്റ് TC മാത്യു അടക്കമുള്ള 5 പ്രമുഖർ സ്ഥാനം രാജിവെച്ചു. ഓഫീസ് ബെയർ എന്നുള്ളതിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ 9 വർഷം കഴിഞ്ഞു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ
ഇനി ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. എന്നോടൊപ്പം 9 വർഷം പൂർത്തിയാക്കിയിട്ടുള്ള മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള TR ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ ഹരിദാസ്, സുനിൽ കോശി ജോർജ്, സെക്രട്ടറി അനന്തനാരായണൻ, ഞങ്ങൾ 5 പേര് ആണ് റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. പുതിയ ദൗത്യത്തിൽ സന്തോഷമുണ്ടെന്ന് പ്രസിഡന്റ് ബി വിനോദും സെക്രട്ടറി ജയേഷ് ജോർജും പ്രതികരിച്ചു. നമ്മുടെ മുൻഗാമികൾ എല്ലാവരും ഇപ്പോൾ അഡ്വൈസറി കമ്മിറ്റിയിലുണ്ട്. അവർ തുടങ്ങി വെച്ച എല്ലാ പദ്ധതികളും ഞങ്ങൾ പൂർത്തിയാക്കാൻ ഞങ്ങൾ ട്രൈ ചെയ്യുന്നതാണ്. BCCIക്ക് അനുകൂലമായിട്ട് ഈ ക്യൂറേറ്റീവ് പെറ്റീഷൻ വരികയാണ് എങ്കിൽ നിങ്ങളൊരു താൽക്കാലിക സ്ഥാനത്തേക്ക് മാത്രമായിരിക്കുമോ? അതിൻ്റെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ഒരു ഞങ്ങളുടെ ഇലക്ഷൻ ഇയർ 2013 മുതൽ 17 വരെയാണ്. അപ്പോൾ 2017 ജൂൺ വരെയുള്ള കാലഘട്ടത്തിലേക്കാണ് ഈ ഒരു വേക്കൻസി ഫില്ലിംഗ്. അപ്പോൾ 2017 ജൂൺ വരുമ്പോൾ ക്യൂറേറ്റീവ് പെറ്റീഷൻ അനുകൂലമായിട്ട് വരുമ്പോൾ ഏതായാലും പുതിയൊരു ഇലക്ഷൻ ഇയറും പുതിയൊരു സെറ്റ് ഓഫ് ഓഫീസ് ബേറേഴ്സും തീർച്ചയായിട്ടും വരും. അപ്പോൾ അതിൽ ഏതാണോ ആർക്കൊക്കെയാണ് ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് ബാധകം അവിടെ നമുക്ക് പഴയ ആൾക്കാരെ തന്നെ വീണ്ടും പ്രതീക്ഷിക്കാം. KCA ഫിനാൻസ് കമ്മിറ്റി ചെയർമാനായി SBT ഉദ്യോഗസ്ഥനായിരുന്ന VG രഘുനാഥിനെയും നിയമിച്ചു. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. അതീവ സുരക്ഷാ മേഖലയായ ഇടുക്കി ആർച്ച് ഡാമിലേക്കുള്ള റോഡിലെ കോൺഗ്രസ് നേതാവിന്റെ ഭൂമി കയ്യേറ്റം വിവാദമാകുന്നു. ഭൂമി കയ്യേറ്റം മൂലം കൃത്യസമയം രക്ഷാപ്രവർത്തനം നടത്താനാകാതെ യുവാവിന് ജീവൻ നഷ്ടമായി. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ഇടുക്കിയിൽ നിന്ന് ലെസ്ലിയുടെ മറ്റൊരു റിപ്പോർട്ട്. ഇടുക്കി ആർച്ച് ഡാമിന് സമീപത്തെ കോൺഗ്രസ് നേതാവിന്റെ ഭൂമി കയ്യേറ്റമാണ് വിവാദമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇടുക്കി ഡാമിന് സമീപത്തെ കയ്യത്തിൽ മുങ്ങിമരിച്ച എറണാകുളം സ്വദേശി സുനിലിനെ രക്ഷിക്കാൻ അഗ്നിരക്ഷാസേനയ്ക്ക് സ്ഥലത്തെത്താനായില്ല. അതീവ സുരക്ഷാ മേഖലയിൽ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ഡാമിന് അടിവശത്തേക്കുള്ള റോഡ് കയ്യേറിയാണ് കോൺഗ്രസ് നേതാവ് തന്റെ ഇരുനില സൗധം നിർമ്മിച്ചത്. നിരവധി പരാതികൾ നാട്ടുകാർ നൽകിയിട്ടും നിർമ്മാണം പൊളിച്ചു നീക്കാൻ അധികൃതർ തയ്യാറാകാത്തതാണ് ഇപ്പോൾ യുവാവിന്റെ ജീവൻ പൊലിയാൻ കാരണമായത്. മുൻ ഭരണസമിതിയിരിക്കുന്ന കാലത്ത് ഭരണപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാനിതിന് പരാതി നൽകുകയും അടിസ്ഥാനത്തിൽ റോഡ് വീതി കൂട്ടാനാണെന്ന് പറഞ്ഞ് ഇവർ വരികയും അന്നത്തെ ഭരണസ്വാധീനം ഉപയോഗിച്ച് അവിടെ വീതി കൂട്ടാതെ പോവുകയും ചെയ്തിട്ടുള്ളതാണ്. ഇടുക്കി ആർച്ച് ഡാമിന്റെ അടിവാരത്തുണ്ടാകുന്ന അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് അതീവ സുരക്ഷാ മേഖലയായാണ് ഈ പ്രദേശത്തെ കരുതുന്നത്. സംസ്ഥാന പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗം ഇവിടത്തേക്കുള്ള റോഡിലെ കയ്യേറ്റങ്ങൾ സംബന്ധിച്ച് നിരവധി മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. എന്നിട്ടും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകാത്തത് ശക്തമായ രാഷ്ട്രീയ ഇടപെടൽ മൂലമാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് വിജിലൻസ് ഡയറക്ടർ ഉത്തരവിട്ടു. തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിൽ 10.34 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്ന് കാട്ടി സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയിലാണ് അന്വേഷണത്തിന് ഉത്തരവ്. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായും അന്വേഷണത്തിലൂടെ സത്യം വെളിപ്പെടുമെന്നും മേഴ്സിക്കുട്ടിയമ്മ പീപ്പിളിനോട് പറഞ്ഞു. മന്ത്രിയെയും മുൻ കാപെക്സ് ചെയർമാനുമായുള്ള തുളസീധരക്കുറുപ്പ്, കാപെക്സ് കശുവണ്ടി കോർപ്പറേഷൻ MDമാർ എന്നിവരടക്കം 9 പേർക്കെതിരെയാണ് പരാതി. ജൂൺ ജൂലൈ മാസങ്ങളിൽ സർക്കാരിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിൽ 10.34 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി കാട്ടി അഡ്വക്കേറ്റ് റഹീം എന്ന ആളാണ് വിജിലൻസ് ഡയറക്ടറെ സമീപിച്ചത്. പരാതി പരിശോധിച്ച വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ആണ് ത്വരിത പരിശോധനയ്ക്ക് ഉത്തരവിട്ടിരിക്കുന്നത്. പരാതിക്കാരനായ റഹീമിൽ നിന്ന് ഇന്ന് വിജിലൻസ് സംഘം മൊഴി രേഖപ്പെടുത്തി. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 കേസിന്റെ അന്വേഷണ ചുമതല. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരായ സമാന പരാതി നാളെ വിജിലൻസ് കോടതി പരിഗണിക്കാനിരിക്കെയാണ് വിജിലൻസ് അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുന്നത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ, കാപെക്സ് എന്നീ സ്ഥാപനങ്ങളിലേക്ക് കുറഞ്ഞ വിലയിൽ തോട്ടണ്ടി നൽകാമെന്നേറ്റ ടെൻഡറുകൾ മറികടക്കുന്നതിനു വേണ്ടി മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു എന്നതാണ് പരാതിയിലെ പ്രധാന ആരോപണം. കുറഞ്ഞ ടെൻഡർ നൽകിയ 3 കമ്പനികളെ മറികടന്നു എന്നും പരാതിയിൽ ആരോപണം ഉന്നയിക്കുന്നു. ഏത് അന്വേഷണത്തെയും ഭയപ്പെടുന്നില്ലെന്നും പരാതി കിട്ടിയാൽ വിജിലൻസിന് അന്വേഷിക്കാതിരിക്കാനാവില്ല എന്നതാണ് സർക്കാർ നയമെന്നും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പീപ്പിൾ റിപ്പോർട്ടറോട് പറഞ്ഞു. അന്വേഷണം നടക്കുന്നത് വഴി സത്യം പുറത്തുവരാൻ സഹായകരമാകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ലോക്കൽ പർച്ചേസ് നടത്തിയതുവഴി മുൻകാലത്തേക്കാൾ 5 കോടി രൂപയുടെ ലാഭമുണ്ടാക്കിയ സംഭവത്തിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നോട്ട് അസാധുവാക്കലിലൂടെ എത്ര കള്ളപ്പണം വെളുപ്പിച്ചെടുത്തെന്ന് BJPയുടെ ലക്നൌ റാലിയിലും വെളിപ്പെടുത്താൻ പ്രധാനമന്ത്രി തയ്യാറായില്ല. നോട്ട് നിയന്ത്രണം എന്ന് പിൻവലിക്കുമെന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി മൗനം പാലിച്ചു. പുതുവത്സര തലേന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രിയുടെ പ്രസംഗം നോട്ട് അസാധുവാക്കൽ നടപടിയെ അനുകൂലിച്ചിരുന്നവരെ പോലും നിരാശരാക്കിയിരുന്നു. എത്ര കള്ളപ്പണം പിടികൂടി, പണം പിൻവലിക്കുന്നതിലെ നിയന്ത്രണങ്ങൾ എന്ന് പിൻവലിക്കും തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ പ്രധാനമന്ത്രി തയ്യാറായിരുന്നില്ല. UP നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം ലക്നൌവിൽ സംഘടിപ്പിച്ച റാലിയിൽ ഇതു സംബന്ധിച്ച് പ്രധാനമന്ത്രി മറുപടി പറയുമെന്ന് BSP വൃത്തങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം കേൾക്കാനായി 2 ലക്ഷം പേരാണ് ലക്നൌവിൽ തടിച്ചുകൂടിയത്. എന്നാൽ നിർണായക വിഷയത്തിൽ നരേന്ദ്രമോദി മൗനം പാലിച്ചു.
അഴിമതിക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്നും വികസനമാണ് യുപിയിലെ തെരഞ്ഞെടുപ്പ് വിഷയമെന്നും പറഞ്ഞ പ്രധാനമന്ത്രി മറ്റു പാർട്ടികളെ വിമർശിക്കുന്നതിലാണ് ശ്രദ്ധയൂന്നിയത്. പ്രതീക്ഷയോടെ എത്തിയ BJP പ്രവർത്തകർ നിരാശയോടെയാണ് മടങ്ങിയത്. ന്യൂസ് ഡെസ്ക്. സമാജ്വാദി പാർട്ടിയിൽ മുലായം സിംഗ് യാദവ് വിഭാഗവും അഖിലേഷ് യാദവ് വിഭാഗവും പാർട്ടി ചിഹ്നത്തിനായി അവകാശ തർക്കത്തിൽ. റിപ്പോർട്ട് കാണാം. നമസ്കാരം. സമാജ്വാദി പാർട്ടി പിളർപ്പിന്റെ വക്കിൽ എത്തി നിൽക്കെയാണ് മുലായം സിംഗ് ക്യാമ്പും അഖിലേഷ് യാദവ് ക്യാമ്പും സൈക്കിൾ ചിഹ്നം നേടാനായി നീക്കങ്ങൾ ശക്തമാക്കിയത്. ദില്ലിയിൽ മുലായം സിംഗ് യാദവിന്റെ വസതിയിൽ യോഗം ചേർന്നതിന് ശേഷം മുലായം, ശിവ്പാൽ യാദവ്, അമർ സിംഗ്, ജയപ്രദ എന്നിവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു. സമാജ്വാദി പാർട്ടിയുടെ തലവൻ ഇപ്പോഴും മുലായം സിംഗ് ആണെന്നും ചിഹ്നത്തിലുള്ള അവകാശം ഔദ്യോഗിക പക്ഷത്തിനാണെന്നും ഇവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈവശമുള്ള രേഖകൾ പ്രകാരം സൈക്കിൾ ചിഹ്നത്തിന്റെ ഉടമസ്ഥാവകാശം മുലായം സിംഗ് അധ്യക്ഷനായ സമാജ്വാദി പാർട്ടിക്കാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന ദേശീയ കൺവെൻഷനിൽ നേതൃത്വം മാറിയെന്നും ചിഹ്നം വേണമെന്നുമാണ് അഖിലേഷ് യാദവ് പക്ഷം വാദിക്കുന്നത്. ചിഹ്നത്തിന്റെ അവകാശം ഉന്നയിച്ച് രാംഗോപാൽ യാദവ് നാളെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. ദേശീയ കൺവെൻഷന്റെ വീഡിയോ ദൃശ്യങ്ങളും കൺവെൻഷൻ പാസാക്കിയ പ്രമേയത്തിന്റെ പകർപ്പും തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെയാണ് ഇരുവിഭാഗവും ചിഹ്നത്തിനായി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിഹ്നം ആർക്കും അനുവദിക്കാതെ മരവിപ്പിക്കുക എന്ന നടപടിയിലേക്ക് കമ്മീഷൻ കടന്നേക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് നിന്നും ക്യാമറമാൻ ഗോപി കടവള്ളൂരിനൊപ്പം M. സന്തോഷ്.